ഹായ് വ്യൂവേഴ്സ്, തായ്ലൻഡ് ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് പട്ടായയിലെ കോറൽ ഐലൻഡിലേക്കാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടന് നമ്മളെ കൂടാതെ വേറൊരു ഹോട്ടലിൽ നിന്ന് വേറെയും കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ദിവ്യേച്ചിയും രാജീവേട്ടും ഭയങ്കരമായ എന്തോ ചർച്ചയിലായിരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്യുന്നുള്ള കാര്യം ചേച്ചി ഇപ്പോഴാണ് അറിഞ്ഞത്. പട്ടായ ഫെറിയിൽ നിന്ന് ഏകദേശം 50 to 20 മിനിറ്റ്സ് സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്താൽ കോറൽ ഐലൻഡിലെത്താം. കോറൽ ഐലൻഡ് പട്ടായയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹാപ്പനിങ് പ്ലേസസിലൊന്നാണ്. ഇവിടുത്തെ ബീച്ചിലെ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, വൈറ്റ് സാൻഡ് ഈസ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. അത്യാവശ്യം നല്ല വെയിലുള്ള കാരണം ദിവ്യേച്ചി ഒരു ഹാറ്റ് മേടിച്ചു. ഇവിടെ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസിലുള്ളത് പാരസെയിലിംഗ്, ജെറ്റ് സ്കീയിങ്, സ്നോർക്കലിംഗ്, സീ വാക്കിംഗ് ആൻഡ് ബനാന ബോട്ട് റൈഡ്സ്. ഇതിൻ്റെയൊക്കെ ചാർജസ് നമ്മൾ UAE പ്രൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചീപ്പായിട്ട് തോന്നി. നമുക്ക് പോകാനുള്ള സ്പീഡ് ബോട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ 2500 ബാത്താണ് ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസിനും ചാർജ് ചെയ്യുന്നത്. UAE കറൻസി വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 295 to 300 dirhams പെർ പേഴ്സൺ വരും. ഈ ഒരു 15 to 20 മിനിറ്റ്സ് സ്പീഡ് ബോട്ട് യാത്ര നല്ല രസമായിരുന്നു. സീ അത്യാവശ്യം റഫ് ആയതുകൊണ്ട് ബോട്ട് നല്ലോണം ചാടിയേ പോയത്. നമ്മളോട് അതുകൊണ്ട് അവർ നല്ലോണം പിടിച്ചിരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോട്ട് ഓരോ തവണ ചാടുമ്പോൾ ഞങ്ങളുടെ നല്ല ഒച്ചപ്പാടും ബഹളമായിരുന്നു. ഞങ്ങളുടെ ഒച്ചപ്പാടും ബഹളമാണ് ഡ്രൈവർക്ക് ആവശ്യം കൂട്ടുന്നതെന്നുള്ളത് ഞങ്ങൾക്ക് പിന്നെ മനസ്സിലായത്. കാരണം അതിനുശേഷം അയാൾ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരുന്നു, അതിനനുസരിച്ച് ബോട്ട് ചാടിക്കൊണ്ടേയിരുന്നു. നമ്മൾ എല്ലാവരും ഈ ചെറിയ ബോട്ടിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ്. ആ വലിയ ബോട്ടിലായിരിക്കും നമ്മൾ ഇനി കോറൽ ഐലൻഡിലേക്ക് പോകുന്നത്. I will explain your trip, how you have to enjoy your trip, okay? So first of all, good morning everyone. ഇയാൾ ഇവിടുത്തെ വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു ഐഡിയ തരികയാണ്. ഇവിടെ ഈ വലിയ ബോട്ടിൽ നിന്ന് പാരസെയിലിംഗ് ആക്ടിവിറ്റി മാത്രമാണ് ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞ് വേറൊരു സ്പീഡ് ബോട്ടിൽ നമ്മൾ കോറൽ ഐലൻഡിലേക്ക് പോകും, ബാക്കിയുള്ള വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Around 1 hour we will stay in island. After 1 hour, same boat, they will pick us and bring back to Pattaya city. On that step, guide will hold you in his hand and he will bring you inside directly in 2 seconds. He will ask you inside, are you comfortable? Are you okay? Are you enjoying? You can say yes, okay, this side, I am comfortable. When you are not comfortable, you can say no, I am not comfortable, it's me, bring me up. So he will bring you up directly in 2 seconds. നമ്മുടെ പാരസെയിലിങ്ങിൻ്റെ ഉദ്ഘാടനം കഴിച്ചത് രാജീവേട്ടനായിരുന്നു. രാജീവേട്ടനാണ് ആദ്യം പോയത്. സെക്കൻഡ് പോയത് ഞാനായിരുന്നു. എനിക്ക് വെള്ളവും ഹൈറ്റും വളരെ പേടിയാണ്. ഇങ്ങനെ ഒരു ചാൻസ് ഇനി കിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും നോക്കിയില്ല, രണ്ടും കൽപ്പിച്ചിറങ്ങി. അടുത്ത ടേൺ ഇന്ദുവിൻ്റെ ആയിരുന്നു. കുറച്ച് മോട്ടിവേറ്റിംഗ് വന്നു ഇന്ദുവിനെ ഒന്ന് സമ്മതിപ്പിച്ചെടുക്കാൻ.
പാരസൈലിംഗ് ചെയ്തു കഴിഞ്ഞ് വന്നപ്പോൾ എന്തിനും അത് ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായെന്ന് തോന്നി. എന്തും കൂടി പാരസൈലിംഗ് ചെയ്തപ്പോൾ ഇത്ര നേരം ചെയ്യില്ലെന്ന് പറഞ്ഞ് നിശ്ചയിച്ച് വേറെ ചെയ്യാൻ തയ്യാറായി. അങ്ങനെ അവസാനം അജിത്തേട്ടൻ സമ്മതിച്ചിരിക്കുകയാണ്. ഈ പരിപാടിക്ക് ഞാനില്ല, ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അജിത്തേട്ടനെ ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് ആളും പോകാൻ ഓക്കെ ആയി. ഇല്ല ഇനി ഒരാളും കൂടി മാത്രം ബാക്കി, ദിവ്യേച്ചി. ഒരു രക്ഷ ഉണ്ടായില്ല, ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞ് ലാസ്റ്റ് പുള്ളിക്കാരത്തിയും കീഴടങ്ങി. അങ്ങനെ ദിവ്യേച്ചോടി കൂടി കഴിഞ്ഞപ്പോൾ കോറം ഫുള്ളായി. അങ്ങനെ നമ്മളെല്ലാവരും പാരസൈലിംഗ് ചെയ്തു. അങ്ങനെ അതിസാഹസികമായ പാരസൈലിങ്ങിന് ശേഷം ഇനി നമ്മൾ ഇവിടെ നിന്ന് വേറൊരു സ്പീഡ് ബോട്ടിൽ കോറൽ ഐലൻഡിലേക്ക് പോവുകയാണ്. ഇതും ഒരു 1.5 യാത്രയായിരുന്നു. നമ്മുടെ ബോട്ടിൻ്റെ ഡ്രൈവർ ചേട്ടൻ പറപ്പിച്ച വിട്ടേ.
അങ്ങനെ അണ്ടർ വാട്ടർ സീ വാക്ക് കഴിഞ്ഞു. എല്ലാവർക്കും അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എന്നിരുന്നാലും നമുക്ക് തോന്നിയൊരു പോരായ്മ എന്ന് വെച്ചെങ്കിൽ വളരെ കുറച്ച് നേരവും വളരെ കുറച്ച് ഏരിയ മാത്രമാണ് നമ്മളെ കൊണ്ട് അവർ നടത്തിച്ചത്. മാത്രമല്ല അവിടെ എല്ലാം ഓൾറെഡി ഒരു സെറ്റായ രീതിയിലായിരുന്നു അവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. അതായത് നമുക്കങ്ങനെ പ്രത്യേകിച്ച് കോറൽ കാണാനോ ഒന്നും അങ്ങനെ സാധിച്ചിട്ടില്ല. പിന്നെ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോപ്രോ ആ നേരത്ത് വർക്കും ചെയ്യുന്നുണ്ടായില്ല. അത് കാരണം എനിക്ക് എൻ്റേതായ രീതിയിൽ ഷൂട്ട് ചെയ്യാനും ഒന്നും കഴിഞ്ഞില്ല. നിങ്ങൾ ഇപ്പോൾ കണ്ട അണ്ടർ വാട്ടർ സീ വാക്ക് വീഡിയോ ഇതിൻ്റെ ആൾക്കാർ തന്നെ ഷൂട്ട് ചെയ്തതാണ്. അത് ഓൾറെഡി ഈ വാട്ടർ സ്പോർട്ട് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പച്ചവെള്ളത്തിൽ വീണ കോഴിയുടെ അവസ്ഥയാണ് ഇപ്പോൾ എല്ലാവരുടെയും. അതിനിടയിൽ അജിത്തേട്ടൻ്റെ ഡ്രസ്സൊന്ന് ഉണക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോറൽ ഐലൻഡിലേക്കാണ്. ഇനി ബാക്കിയുള്ള വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ അവിടെയാണ്. അത് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.